എൻ്റെ ദൈവത്തെ ഞാൻ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ സ്വബോധത്തിൽ വന്നതിന് ശേഷം ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കാൻ പരിശ്രമിക്കുന്നവനാണ് ഞാൻ. എൻ്റെ ദൈവത്തെ എനിക്കറിയാം, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെപ്പോലെ. കാരണം എന്നെക്കാളും മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിയാൻ തുടങ്ങിയതാണ് എന്നെനിക്കറിയാം. പക്ഷെ എനിക്ക് സ്വബോധം വന്നതിന് ശേഷമാണ് ഈ ദൈവത്തെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്ന്. എൻ്റെ സ്വബോധം എന്ന് പറയുന്നത് 2012 എനിക്ക് സ്വബോധം വന്നതിന് ശേഷം ഞാൻ ഈ ദൈവത്തെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇനി എൻ്റെ ജീവിതം എത്ര ഉണ്ടായിരുന്നാൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം ഇങ്ങനെയാണ്, എൻ്റെ ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാനൊന്ന് പരിമിതപ്പെടുത്താനായി ഈ വിഭൂതി ബുധനോടുകൂടെയുള്ള വായനകളിലേക്കൊന്ന് കടന്നുപോയി. ഞാൻ പരിമിതപ്പെടുത്തുകയാണ്. നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് പരിമിതപ്പെടുത്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളിന്ന് എൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിന്ന് രാത്രി ആയിരുന്നാലും പോകണമെന്നുള്ള താല്പര്യത്തോടുകൂടെ ഇരിക്കുന്നവരല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് സമയപരിമിതിയുണ്ട്. കർത്താവ് സമയം തന്നത് ദുരുപയോഗം ചെയ്യാനല്ല. കർത്താവ് സമയം തന്നത് നമുക്ക് ഹിതമനുസരിച്ച്, അവിടുത്തെ ഹിതമനുസരിച്ച് ഉപയുക്തമാക്കാനാണ്, അല്ലാതെ താന്തോന്നിത്തനം ചെയ്യാനല്ല. അതുകൊണ്ട് ഞാനൊന്ന് പരിമിതപ്പെടുത്താനായി, എന്നെ തന്നെ പരിമിതപ്പെടുത്താനായി, എൻ്റെ വർത്തമാനം പരിമിതപ്പെടുത്താനായി, എൻ്റെ നാവിനെ നിയന്ത്രിക്കാനായി ഞാൻ ഈ വിഭൂതി ബുധനോടുകൂടെ ഉള്ളത് ഞാനിങ്ങനെ ഒരു പേപ്പറിൽ കുറിച്ച് വച്ചിട്ടാണ് കൊണ്ടുവന്നത്. വിഭൂതി ബുധനോടുകൂടെ ഇന്ന് വരെയുള്ള വായനകൾ, ഒന്നാം വായനയും സുവിശേഷവും ഞാൻ നോക്കി മനസ്സിലാക്കിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ ദൈവം, ഞാൻ മനസ്സിലാക്കിയ ദൈവം, ആ ദൈവത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ വചനങ്ങളിലൂടെ പോയപ്പോൾ ഉള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ദിവസം, ആ ദിവസം തന്നെ നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വായനയാണ് വിഭൂതി ബുധനോടുകൂടെയുള്ള ഒന്നാമത്തെ വായന. എല്ലാവരും ഓർത്തിരിക്കും. കുറിപ്പെരുന്നാളിൻ്റെ അന്ന് ഒന്നാം വായന വായിക്കുന്ന പുസ്തകം ഏതാണ്? പഴയ നിയമത്തിലെ, ഇനി മറക്കരുത്, ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 'ഇന്ന് ദൈവത്തിൻ്റെ എൻ്റെ ദൈവം ആരാണ് എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വാക്യം ജോയേൽ 2:13. അവിടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് എന്നോട് സംസാരിച്ചത്. ജോയേൽ, ആ മൈക്ക് എടുത്തെങ്കിൽ അടുത്തുള്ളവരൂടെ, കാരണം ഓൺലൈനിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇത് പങ്കാളികളായി മാറുന്നവരുണ്ടെങ്കിൽ അതുകൂടെ അവർക്കും നമുക്കും ഉപയുക്തമാകും എന്നതിനാലാണ് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ സഹോദരനിലൂടെ കർത്താവ് ഈ ഓൺലൈൻ വഴി മറ്റുള്ളവർക്കും നൽകാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ജോയേൽ 2:13. അവിടെ ദൈവത്തിൻ്റെ 12 മുതലാണ് ഒന്നാം വായന. നമുക്ക് 13-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. അടുത്തതാണ് ദൈവത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നത്. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയാണ്, കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്, സ്നേഹസമ്പന്നനാണ്. തീർന്നില്ല, ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. അവിടുന്ന് സന്നദ്ധനുമാണ്. ഹല്ലേലൂയ, കൃപയോടെ പറയാവൂ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഓരോ വാക്കും നമ്മൾ ചെറുതായിട്ട് ഒന്ന് മനസ്സിലാക്കും. അവിടുന്ന് ഉദാരമതിയാണെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ നമ്മൾ പറയുമല്ലോ, ഓ അല്ലേ ഉദാരശീലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് ചോദിച്ചാലും, ഇല്ലേ, എന്ത് ചോദിച്ചാലും പാക്കറ്റിലുണ്ടെങ്കിലും നമ്മൾ പിന്നെ ചോദിക്കാതെ തന്നെ തരും. ഉദാരൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് നൽകുന്നവൻ എന്നാണ്. ഇതുപോലെ
ഉദാഹരണങ്ങൾ ഒരുപാട് ഉള്ളതിനാൽ ഞാൻ ഉദാഹരണങ്ങളിലേക്ക് അധികം പോകുന്നില്ല. ഈ ഉദാരമതിയായ എൻ്റെ ദൈവത്തെ ഞാൻ എങ്ങനെ തിരിച്ചറിയുന്നു എന്ന് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് പല അനുഭവങ്ങളും. എൻ്റെ സ്വഭാവ സവിശേഷതകൾ 2012 മുമ്പാണെങ്കിൽ ഇങ്ങനെ ഇവിടെ നിൽക്കാനായിട്ടുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ദൈവത്തിൻ്റെ ഉദാരത കൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ സന്നിഹിതനായിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഈ ദൈവം ഉദാരമതിയാണെന്ന് വേറെ ആരും എനിക്ക് പറഞ്ഞു തരണ്ട. എൻ്റെ അനുഭവം തന്നെയാണ്. എനിക്കറിയാം, ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും. നിങ്ങളുടെ ആത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ ഹൃദയത്തിൽ സംശീകരിച്ചിരിക്കുന്നതും. അടുത്തത് കാരുണ്യവാൻ. ഉദാരമതിയുടെ ബഹിസ്ഫുരണമാണ് കാരുണ്യവാൻ. കരുണ എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. അർഹിക്കാത്തവന് അർഹിക്കാത്ത രീതിയിൽ അർഹിക്കാത്ത സമയത്ത് ലഭിക്കുന്നതാണ് കരുണ. അപ്പൊ കരുണാമയൻ, ദൈവത്തിൻ്റെ വലിയ ഏറ്റവും മഹോന്നതമായ സ്ഥാനം ആയി ഞാൻ കാണുന്നതാണ് കരുണാമയൻ. അതല്ലേ അവിടുന്ന് ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കരുണ പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെ ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഫൗസ്റ്റീനോട് പറഞ്ഞത്, നീ ഈ ചിത്രം വരയ്ക്കണം. ഫൗസ്റ്റീൻ ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഫൗസ്റ്റീൻ ആരായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അറിയാമോ? ഫൗസ്റ്റീന കന്യാസ്ത്രീന് ശേഷമാണ് ഫൗസ്റ്റീൻ എന്ന പേരൊക്കെ വരുന്നത്. ഫൗസ്റ്റീന പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയിട്ടുള്ള ഹെലൻ എന്നാണ് ആ കൊച്ചിൻ്റെ ആദ്യത്തെ പേരെന്നാണ് എൻ്റെ ഓർമ്മയിലിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പഠിക്കാൻ അവസരം കിട്ടാത്തവളാണ്. കാരണം വളരെ സാമ്പത്തികപരമായി വളരെ താഴ്ന്ന കുടുംബത്തിൽ ജീവിച്ച ഫൗസ്റ്റീന. അപ്പോൾ അമ്മയെ സഹായിക്കാനായി പല ഭവനങ്ങളിൽ പോയി ചെറിയ ചെറിയ പണിയെടുത്ത് സഹായിക്കും. അങ്ങനെ പോയ ഫൗസ്റ്റീനയോട് കർത്താവ് തന്നെ അരുളപ്പാട് നൽകിയെന്നാണ് പറയുന്നത്. ഞാൻ നിന്നെ ഇതിനല്ല വിളിച്ചിരിക്കുന്നത്, നീ കന്യാസ്ത്രീ ആകാൻ പോകണമെന്ന് പറഞ്ഞ്, സിസ്റ്റർ ആകാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിസ്റ്റർ ആകാനുള്ള ആഗ്രഹത്തോടുകൂടെ കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊന്നുമില്ല. സിസ്റ്റർ ആകാനുള്ള ആഗ്രഹത്തോടുകൂടെ ഈ മകൾ മഠത്തിൽ പോയി. അവർ നോക്കിയപ്പോൾ ഈ കൊച്ച് പഠിച്ചിട്ടില്ല. പഠിക്കാത്ത നിന്നെ ഇവിടെ എടുക്കത്തില്ല. 1 അല്ല 2 അല്ല 3 അല്ല പല മഠങ്ങളിൽ അവൾ പോയിട്ടും അവരെടുത്തില്ല. അവസാനം കാരുണ്യമഠം, ഒരു മഠത്തിൻ്റെ പേര് കോൺവെന്റ് ഓഫ് മേഴ്സി കോൺവെന്റ്. അവിടെ ഇവള് പോയി. അവിടെ പോയപ്പോഴാണ് അവിടുത്തെ സുപ്പീരിയർ ഈ കൊച്ചിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവളെ മഠത്തിലെടുക്കുകയും പരിശീലിപ്പിക്കുകയും കന്യാസ്ത്രീയാക്കുകയും ചെയ്യുന്നു. പിന്നെ കന്യാസ്ത്രീയാക്കുന്നതിന് മുമ്പ് തന്നെ ഫൗസ്റ്റീനയ്ക്ക് ഇങ്ങനെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് പലതുമുണ്ട്. പക്ഷേ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ കുറിച്ച് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് കന്യാസ്ത്രീന് ശേഷം ലഭിച്ച അരുളപ്പാടുകളാണ്. അത് സഭ 2015 ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കരുണയുടെ വർഷത്തിൽ ഔദ്യോഗികമായിട്ട് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പ്രഖ്യാപിച്ചുകൊണ്ട് അത് സഭ പഠനമായി തന്നെ നമുക്കെല്ലാവർക്കും കയ്യിൽ കിട്ടാൻ തുടങ്ങി. ആ കരുണാമയൻ്റെ ചിത്രം എന്താണെന്ന് വിശുദ്ധ ഫൗസ്റ്റീന എഴുതിയ ഡയറിയിൽ 429 നമ്പറിൽ ഇപ്രകാരമാണ് കർത്താവ് ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നോട് കരുണ ചോദിച്ചു വരുന്ന വ്യക്തി എത്ര വലിയ പാപിയാണെങ്കിലും അവനോട് ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് കഴിയുകയില്ല. അവൻ്റെ പാപങ്ങൾ എത്ര കഠിനമാണെങ്കിലും എന്നോട് കരുണ ചോദിച്ചു വരുന്ന വ്യക്തി. എന്നിട്ട് വീണ്ടും 1000 സിസ്റ്റം വരുന്ന ഒരു നമ്പറിൽ കർത്താവ് പറയുന്നുണ്ട്, കരുണ ചോദിക്കേണ്ട ബെസ്റ്റ് മാർഗം, ബെസ്റ്റ് വേ ടു ആസ്ക് ഫോർ mercy ടു ജീസസ് ഓ ഗോഡ്, കൺഫെഷൻ.
കുംഭസാരം. കരുണയുടെ സിംഹാസനമാണ് കുംഭസാരം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഫൗസ്റ്റീന വഴി കർത്താവിന് വെളിപ്പെടുത്തേണ്ടി വന്നു, അവിടെ ഇരിക്കുന്നത് വൈദികന്റെ രൂപത്തിൽ ഞാനാണ്. വൈദികന്റെ രൂപത്തിൽ ഞാനാണ് അവിടെ കുംഭസാരക്കൂട്ടിലിരിക്കുന്നത്. കുംഭസാരക്കൂട്ടിലിരിക്കുന്ന ആ ഈശോ ആരെയും ഒന്നും പറഞ്ഞതായി നമുക്കറിഞ്ഞുകൂടാ. പറയും, അവസാനം പറയും, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. അത് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവായ യേശു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കല്ലെറിഞ്ഞു കൊല്ലാനായി കൊണ്ടുവന്ന ഒരു സ്ത്രീയോട് പറയുന്ന ആ വാക്കുകളാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയാ. കൃപയോട് പറയാവോ ഹല്ലേലൂയാ? അഭിഷേകത്തോട് പറയാവോ ഹല്ലേലൂയാ? തീഷ്ണതയോട് പറയാവോ ഹല്ലേലൂയാ? കരങ്ങൾ ഉയർത്തി പറയാവോ ഹല്ലേലൂയാ? ഇരുകരങ്ങളും ഉയർത്തി പറയാവോ ഹല്ലേലൂയാ? കർത്താവ് സാഹചര്യം നമുക്കറിയാം. കുഞ്ഞു ആളുകൾ മുതൽ പ്രായമായവർ വരെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള മോശയുടെ നിയമം പ്രാവർത്തികമാക്കാനായി കൊണ്ടുവന്നിരിക്കുന്നത് അവളെ ശിക്ഷിക്കാനല്ല, അതേക്കാളുപരി മോശയുടെ നിയമം പ്രാവർത്തികമാക്കാനായി ഇവൻ സ്നേഹത്തെക്കുറിച്ച് മാത്രം ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങൾ ദേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പഠിപ്പിച്ച് നടക്കുന്ന ഇവന് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയ കൂടെയാണ്. അതാണ് നമ്മൾ 1-ാമത്തെ വാക്യത്തിലൂടെ കടന്നു വരുമ്പോൾ ജനങ്ങളെല്ലാം അവരെടുത്ത് വന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ 8-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, 1ഉം 2ഉം കഴിഞ്ഞിട്ട് 3-ാമത്തെ വാക്യം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസേരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ നടുവിൽ നിർത്തി. അപ്പോൾ അവളെ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ ശിക്ഷിക്കണമെന്നുള്ളത് അവരുടെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ഇവൻ പ്രവാചകനായ എല്ലാവരും കരുതുന്ന ഇവനെ അപമാനിക്കണം, ഇവന് കുറ്റം ചാർത്തണം, പടി ചാരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ അവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ അവന് ഈ കൊച്ചിനെ ശിക്ഷിക്കാനെന്ന് മാത്രമല്ല. നമ്മുടെ 6-ാമത്തെ വാക്യം, അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കൊച്ചിനെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല. അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ യേശുവും അവരും തമ്മിലുള്ള ഇടപെടൽ നമുക്കെല്ലാവർക്കും അറിയാം. അവസാനം മുതിർന്നവർ തുടങ്ങി കൊച്ചാളുകൾ വരെ തങ്ങൾ കല്ലെറിയാൻ കൊണ്ടുവന്ന കല്ലുകളെല്ലാം അവിടെ ഇട്ടുകൊണ്ട് യേശു താഴെ കുനിഞ്ഞിരിക്കുന്നു. യേശു അല്പനേരം കണ്ണ് ഉയർത്തി നോക്കിയപ്പോൾ അവിടെ 2 കെട്ടിടം കെട്ടാനുള്ള ഫൗണ്ടേഷൻ സ്റ്റോണിലുള്ള കല്ല് കിടക്കുന്ന അവിടെ. കാരണം അത്രയ്ക്കും കല്ല് വേണമല്ലോ ഒരാളെ എറിഞ്ഞ് കൊല്ലണമെങ്കിൽ. എന്നിട്ടും കർത്താവ് അവളോട് പറഞ്ഞു, മകളെ, നിന്നെ ആരും ശിക്ഷിച്ചില്ലേ? ഇല്ല കർത്താവ് എന്ന് പറഞ്ഞത് മാത്രയിൽ ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ഇതാണ് കുമ്പസാരക്കൂട്ടിലെ ഈശോയും കുമ്പസാരിക്കാൻ പോകുന്ന എന്നോട്, നിന്നോട്, നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത്. അവസാനം ആശീർവാദം നൽകിക്കൊണ്ട് വൈദികൻ്റെ രൂപത്തിലിരിക്കുന്ന ഈശോ പറയുന്നു, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. അല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ ഇനിമേൽ പാപം ചെയ്യരുതെന്ന് ആ വാക്യത്തിൽ തന്നെ അണ്ടർസ്റ്റുഡാണ്. ഈ കരുണാമയനാണ് എൻ്റെ ദൈവം. വിശുദ്ധ കരുണയുടെ വിശുദ്ധ വർഷത്തിൽ ഞാൻ ഇന്ന് നമ്മുടെ ഷാലോം പത്രം മതിയാക്കി, ഇപ്പോൾ കിട്ടുന്നില്ല. ആ സമയത്ത് അതുണ്ടായിരുന്നു. ആ പത്രത്തിൽ ഞാനും ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇത് തന്നെയാണ്, ഞാനെന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം മാത്രം. ഞാൻ സമം ദൈവത്തിൻ്റെ കാരുണ്യം മാത്രം. ഈ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഞാൻ.
ഈ ദൈവത്തെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ കരുണാമയനായ ദൈവത്തെ ഞാൻ മനസ്സിലാക്കിയ പിന്നെ ദൈവത്തിൻ്റെ കാരുണ്യമാനം ഞാനെന്നല്ലാതെ മറ്റൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ദൈവം. മൂന്നാമത്തെ സവിശേഷത നമ്മൾ അതിലൂടെ കണ്ടപ്പോൾ ക്ഷമാശീലൻ. എനിക്ക് ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഓമന പേരാണ്. ഞാൻ ഈ ക്ഷമാശീലൻ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഓമന പേരോ അല്ലെങ്കിൽ ഈ ദൈവത്തിന് ഈ സൈക്കോളജി പഠിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു സവിശേഷതയുണ്ട്. ഈ സാധാരണ പറയുന്നതൊക്കെ വേറെ ടേമിലൊക്കെ അവരിങ്ങനെ പറയും. അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് കരുതിയാൽ മതി. ഈ ഈശോയ്ക്ക് മറവിയുണ്ട്, ഓർമ്മയൊന്നിരിക്കില്ല. ഓർമ്മയൊന്നിരിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിപ്പൊക്കെ ഈശോ ഓർത്തെങ്കിൽ എൻ്റെ പ്രവൃത്തികളൊക്കെ യേശു ഓർത്തിരുത്തെങ്കിൽ എൻ്റെ ദൈവമേ, എപ്പോഴോ ഞാൻ ഇവിടുന്ന് പമ്പ അടക്കേണ്ടത്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ സ്വർഗത്തിൻ്റെ വാതിലെടുത്ത് പോയി. അപ്പോൾ കർത്താവുമായിട്ട് ഇടപെടാനായിട്ട് അദ്ദേഹത്തിനൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ കർത്താവ് വാതിലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ കർത്താവ് വാ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ കർത്താവിൻ്റെ അടുത്ത് തൻ്റെ പാപങ്ങളെല്ലാം അറിയാവുന്നവനാണല്ലോ കർത്താവ്. കർത്താവേ, ഞാൻ ആരെന്ന് മനസ്സിലായി, ഞാൻ എങ്ങനെ ജീവിച്ചത് നിനക്ക് അറിയാമല്ലോ, ഞാൻ ഇങ്ങോട്ട് കയറാനായിട്ട്. അപ്പോൾ കർത്താവ് അയാളുടെ അടുത്ത് പറഞ്ഞു, നീ ആരെന്നറിയാം, നീ പറയുന്നത് എന്താണെന്ന് എനിക്കൊന്ന് അറിഞ്ഞൂടാ, നീ കയറി പോവാൻ മോനെ, നീ കയറി പോവാൻ മോനെ. ഇത്രയും ക്ഷമാശീലനാണ് എൻ്റെ കർത്താവ്. എൻ്റെ ജീവിതമാണ് എന്നെ പഠിപ്പിച്ചത്, വേറൊന്നുമല്ല. വേറെ ആരും ഒന്നും പറഞ്ഞതല്ലേ ഇത്. ഞാനിങ്ങനെ വായിച്ചു പോയപ്പോൾ ഇതെന്നെക്കുറിച്ച് തന്നെ കർത്താവ്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ കർത്താവിനെയാണ് ഞാൻ പറയുന്നത്. ഞാൻ തിരിച്ചറിഞ്ഞ, ഞാൻ സ്വബോധത്തോടുകൂടെ മനസ്സിലാക്കിയ എൻ്റെ കർത്താവിനെ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ നോമ്പ് കാലത്ത്, തപസ് കാലത്ത് വിഭൂതി പൂജനോടുകൂടെ ഞാൻ വായിച്ച ആ വചനത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ കർത്താവിൻ്റെ മുഖമാണ് ഞാൻ മനസ്സിൽ പങ്കുവെക്കുന്നത്. സമയപരിമിതി കൊണ്ട് ഞാൻ അടുത്തേക്ക് പോകുന്നു. കാരണം ഇനി 26-ാം തീയതി, ഇന്ന് 27-ാം തീയതിയാണ്, 27-ാം തീയതി വരെയായി. അപ്പോൾ അതുവരെയുള്ള ദൈവത്തിൻ്റെ മുഖമെങ്കിലും നിങ്ങളടുത്ത് പങ്കുവയ്ക്കണ്ടേ ഈ ദിവസം. അങ്ങനെ ഞാൻ ഓരോ ദിവസത്തെയും ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് സ്നേഹസമ്പന്നൻ. ദൈവത്തിൻ്റെ വാക്ക്, ദൈവം എന്ന പേരിൻ്റെ അർത്ഥം സ്നേഹം എന്ന് തന്നെയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലും പറയുന്നത് ഈ ദൈവത്തെക്കുറിച്ചാണ്, അല്ലേ? ഈ ദൈവത്തെക്കുറിച്ചാണ്. ഈ ദൈവത്തെക്കുറിച്ച് ദൈവം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ മനസ്സിലാക്കുന്ന ദൈവത്തെക്കുറിച്ച് മനുഷ്യന്മാർ രൂപപ്പെടുത്തിയ ഈ പുസ്തകത്തിൽ എന്നല്ല പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് രചിക്കപ്പെട്ട ഈ 73 പുസ്തകങ്ങളിലും പറയുന്നത് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ പറയും കണ്ടിട്ടുണ്ടെന്നും, ഞാനും പറയും കണ്ടിട്ടുണ്ടെന്നും. കണ്ടിട്ടില്ലായിരുന്നു പണ്ട്, പക്ഷെ ഞാനിപ്പോൾ ദൈവത്തെ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ സ്നേഹത്തിൽ ജീവിച്ചാൽ, സഹോദരനിൽ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവത്തെ കാണും. അപ്പോൾ ഇത് ഉൽപ്പത്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി ഈ ലോകത്തെ സൃഷ്ടിച്ചു. ആ ലോകത്തിൻ്റെ പരമോന്നതിയിൽ ദൈവം സൃഷ്ടികർമ്മം നടത്തിയതിൻ്റെ സ്നേഹത്തിൻ്റെ സമുന്നതിയാണ് തൻ്റെ ഛായ, തൻ്റെ സാദൃശ്യം അതിൽ മനുഷ്യനായ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ഞാൻ ചിലപ്പോഴെങ്കിലും, ചിലരൊക്കെ തെറ്റിദ്ധരിക്കുമെങ്കിലും അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോഴെങ്കിലും പറയും, ഞാനെന്നാൽ ദൈവമാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യം എന്നെ അങ്ങനെ ചിന്തിപ്പിക്കാനും
അത് പങ്കുവെക്കാനും പ്രേരിപ്പിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരമാണ് വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നത്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇനി താൻ സൃഷ്ടിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകതകളാണ് തുടർന്നുള്ള വാക്യം പൂർത്തിയാക്കിയില്ല. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ഇഴയുന്ന നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം. ഇതല്ലേ ദൈവത്തിനുള്ളോ? ദൈവത്തിന് വേറെ എന്തെങ്കിലും ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ദൈവത്തിനുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനുഷ്യനായി ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ ലോകവും ഈ ഭൂമിയും ഇതിൻ്റെ ഉണ്ട്, ദൈവത്തിന് ഇതല്ലാതെ ഉണ്ട്, ദൈവം ഇതിൻ്റെ അപ്പുറത്താണ് എന്ന് ദാവീദ് ദേവാലയം പണിയാൻ പോയപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ എവിടെയാ എനിക്ക് ദേവാലയം ഉണ്ടാക്കാൻ പോകുന്നത്? ആകാശം എൻ്റെ, ഭൂമി എൻ്റെ, നീ എവിടെ പണിയാൻ പോണു? നീ ഇത്രയും വലുതാണ് ദൈവം. എങ്കിലും ഞാൻ ചോട്ടാ ഗോഡ്, കുഞ്ഞു ദൈവം, കുട്ടി ദൈവം എന്ന് ഞാൻ ഇതിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു ചിന്തയാണ്. കടലിലെ മത്സ്യങ്ങളുടെ മേൽ ശക്തിയുള്ള ആധിപത്യമുള്ളവനാണ് ഞാൻ. ആകാശത്തിലെ പറവുകളുടെ മേൽ ആധിപത്യമുള്ളവനാണ് ഞാൻ. ഭൂമിയിൽ ഇടയുന്ന സകല ജീവിത ഭൂമി മുഴുവൻ്റെ മേൽ ആധിപത്യമുള്ളവനാണ് ഞാൻ. 27 വാക്യം നോക്കി. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അതാണ് പരിപാടി. ഞാൻ മാത്രമല്ല, ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ദൈവത്തിൻ്റെ ഛായയാണ്, ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ബഹിഷ്പൂർണമായി ഞാൻ മനസ്സിലാക്കിയ സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി അടുത്ത് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ അന്നത്തെ സുവിശേഷം വായിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പ്രതിഫലം, എൻ്റെ ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. പ്രതിഫലദാതാവാണ് എൻ്റെ ദൈവം. ഞാൻ എന്ത് ചെയ്താലും പ്രതിഫലം കിട്ടും. കയ്യിലിരിപ്പ് ശരിയാണെങ്കിൽ നല്ല പ്രതിഫലം കിട്ടും. കയ്യിലിരിപ്പ് തെറ്റാണെങ്കിൽ ആ പ്രതിഫലമേ കിട്ടത്തുള്ളൂ. ഞാൻ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തോട് ഓരോരോ നിയോഗങ്ങൾക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സ്വഭാവക്കാരാണ് നമ്മളെല്ലാവരും. പണ്ട് പഴയ നിയമത്തിൽ പറയാറുണ്ട്, രോഗമോ കഷ്ടപ്പാടോ ദുഃഖമോ ദുരിതമോ നമ്മുടെയോ നമ്മുടെ തലമുറയുടെയോ പാപത്തിന് പരിഹാരമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പരിധിവരെ ചിലതൊക്കെ ശരിയാണ്. ഞാൻ നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പെരുമാറ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫിഷ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫ്രഷായിട്ട് പെരുമാതുറ നമ്മുടെ പാലത്തിൻ്റെ കീഴിൽ വലിയ വലിയ ബോട്ട് പോലെ ഇരിക്കുന്നവർ വള്ളം കയറി മീനൊക്കെ വരും. അപ്പോൾ അവിടെ ഒരുപാട് ലോറിയൊക്കെ കിടക്കുന്ന കാണാം. മീൻ മേടിച്ചുകൊണ്ട് വന്ന ലോറി എടുക്കും. അപ്പോൾ അവിടെ പോയി അവർ മീൻ വാങ്ങി ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു ഹോട്ടലാണ്. ഇത് കഴിക്കാനായി ഞാൻ പൂവാറത്ത് ബസ്സിൽ കയറി അങ്ങനെ കിട്ടും. അവിടെ പോകണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോണ ബസ്സിലല്ലേ കയറേണ്ടത്. പെട്ടി കിട്ടുന്നുണ്ടോ?
അപ്പം ഞാനിപ്പോൾ സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരാഗ്രഹം, പ്രത്യാശ, എനിക്ക് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. അപ്പം അവിടെ പോകണമെങ്കിൽ അതിനുള്ള മാർഗത്തിലൂടെ ഞാൻ ചരിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് സ്വർഗത്തിൽ പോകണം, അതാണ് എനിക്ക് കിട്ടേണ്ട പ്രതിഫലം. ഈ പ്രതിഫലം കിട്ടണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കർത്താവ് പറയുന്നതാണ് മത്തായി 6:1 മുതലുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. മത്തായി 5 മുതൽ അതാണ് പറയുന്നത്. 5, 6, 7 മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ ഈ നോമ്പ് കാലത്ത് പ്രത്യേകം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് നമുക്ക് പറഞ്ഞിരുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം ഈ സുവിശേഷങ്ങളിൽ വരുന്ന വായനയും അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് പ്രതിഫലം തരുന്നവരാണ്. ഇതറിയാതെ ഞാൻ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ ഓൺലൈനിലൂടെ പോകുന്നുണ്ട്, എനിക്കിത് പറയാൻ അല്പം അസ്വസ്ഥതയുണ്ട് എങ്കിൽ തന്നെയും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ആരോ പറഞ്ഞു, എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത്, വേറെ ആരുടെ അടുത്തുമല്ല. അച്ഛാ, ശനിയാഴ്ച അവിടെ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥന ടീമുണ്ട് ഇവിടെ. എല്ലാ ദിവസവും ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. അപ്പോൾ 10 മണി മുതൽ അല്ലെങ്കിൽ 11 മണി മുതൽ 1 മണി വരെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ പോയി കാണാം. വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ ഈ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് വെള്ളിയാഴ്ച നമ്മൾ തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നവർ. ബാക്കിയുള്ള എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ, മാസാദ്യ ശനിയാഴ്ചയും അന്ന് അഖണ്ഡ ജപമാല പ്രാർത്ഥന ഉള്ളതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ടീമില്ല. ബാക്കിയുള്ള എല്ലാ ശനിയാഴ്ചകളും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അഖണ്ഡ ജപമാലയ്ക്ക് വരാൻ പറഞ്ഞപ്പോഴാണ്, അതച്ഛാ എനിക്ക് അവിടെ 9 മാസം തുടർച്ചയായിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ അവിടെ പോകണം, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. എന്തോ നിയോഗം വെച്ചാണ് പോണത്, എന്തോ സഫലീകൃതമാകാനുള്ള നിയോഗം, ഫലം കിട്ടാൻ, പ്രതിഫലം കിട്ടാൻ. ആ പ്രതിഫലം എന്ന വാക്കാണ് എന്നെ ഇങ്ങനെ പറയാൻ പറ്റും. അവിടെ 9 ആഴ്ച പോയി, 9 മാസം പോയി, അതായത് 1 വർഷം നിരന്തരമായിട്ട് ആടെ പോയി, പ്രതിഫലം കിട്ടിയില്ല. അപ്പോഴങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞ് വേറൊരു ധ്യാന കേന്ദ്രത്തിൽ പോയാൽ കിട്ടുമെന്ന്. ആ അച്ഛൻ്റെ അടുത്ത് പോയാൽ കിട്ടുമെന്ന്. അവിടെയും ഞാൻ ഈ ഇഷ്ടമായെല്ലാം നിർത്തിയിട്ട് അവിടെയും പോയി പ്രതിഫലം കിട്ടാൻ വേണ്ടി. അപ്പോഴാണ് എൻ്റെ വിഷമം കണ്ടിട്ട് എൻ്റെ അയൽപക്കക്കാരി എൻ്റെ കൂടെ പള്ളിക്കൂടത്ത് പഠിച്ചവൾ പറഞ്ഞു, ഡേയ് നീ മറ്റേ അത്ഭുത മാതാവിൻ്റെ അടുത്ത് പോടി, അല്ലെങ്കിൽ കൃപാസനത്ത് പോടി. അവിടെയും പോയി. പിന്നെ ഇനി എവിടെ പോകാൻ? ആരാ പറഞ്ഞു ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഹല്ലേലൂയ വിളിച്ച ഒരു അച്ഛനുണ്ട്, ആ അച്ഛൻ്റെ അടുത്ത് പോകാൻ. അവിടെയും പോയി. എപ്പോഴാണ് വിഷമിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാനയൊക്കെ പങ്കുകൊള്ളും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു, അച്ഛാ ഞാൻ ഇവിടെ പോയി മറ്റിടത്ത് പോയി അവിടെ പോയി എൻ്റെ വണ്ടിക്കൂലി പോയല്ലാതെ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ. അപ്പം അച്ഛൻ ഇപ്പം തന്നെ തലയിൽ കുരിശ് എടുത്ത് വെച്ച് കൊടുത്ത്, വികാരി അച്ഛനാണ് ആ കൊച്ചിൻ്റെ, പ്രാർത്ഥിച്ച് ശരി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടാ. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വികാരി അച്ഛൻ ഈ പോയി പ്രാർത്ഥിക്കണമെന്ന് ഗതികെട്ട് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വികാരി അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കൃപയുള്ള അങ്ങനെ സങ്കടം പറയാൻ പോയതാണ്. സങ്കടം പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇത്രയൊക്കെ പോയിട്ടും ഞാൻ സങ്കടപ്പെട്ട് ഇങ്ങനെ, അത് എൻ്റെ വികാരി അച്ഛൻ സങ്കടം അറിയണമല്ലോ, അപ്പൻ്റെ മക്കളല്ലേ ഞങ്ങൾ. അപ്പം അപ്പൻ്റെ അടുത്ത് സങ്കടം പറയാൻ പോയേ പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കാൻ പറയുന്നു. 3-ാമത്തെ ദിവസം അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം
ഇത് ആ അച്ഛനിലൂടെ കൊടുക്കാൻ വേണ്ടി എൻ്റെ കർത്താവ് തീരുമാനിച്ചു വെച്ചതാ. പ്രതിഫലം ആ അച്ഛനിലൂടെ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി. ഇത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തെ എനിക്കറിയാം, എൻ്റെ ഈശോ എനിക്കറിയാം. എനിക്ക് പ്രതിഫലം നൽകുന്നവനാണ് എൻ്റെ കർത്താവ്. നിയമാവർത്തന പുസ്തകം 30:16 അടുത്ത ദിവസം നമ്മൾ വായിച്ചതാണ്. ഒന്നാം വായനയിൽ 30:15 മുതലായിരുന്നു നമുക്കുള്ള വായന. 16-ാമത്തെ വാക്യം, നിയമാവർത്തനം 16-ാമത്തെ വാക്യം, 30-16, 30-ാമത്തെ അധ്യായമാണ്. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാതെ ഇരിക്കും. വല്ലം പിടികിട്ടി അത് വായിച്ചപ്പോൾ 16-ാമത്തെ വാക്യം വല്ലം പിടികിട്ടി അത് വായിച്ചിട്ട് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സവിശേഷത അതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കാര്യമേ ഉള്ളൂ. അതിൽ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞു തരുന്ന ഒരേ ഒരു കാര്യം, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. എന്നിട്ട് നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് 16-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതി. 16-ാമത്തെ വാക്യം മാത്രം വായിച്ചപ്പോൾ ഈ കർത്താവിൻ്റെ സ്വഭാവം പിടികിട്ടുന്നുണ്ടോ? നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. സ്നേഹിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട്. ഇപ്പം സ്നേഹപിതാവാണ്. അടുത്ത് അവസാനത്തെ 2 വാക്കുകൾ, നിന്നെ നീ കൈവശമാക്കാൻ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. അനുഗ്രഹദാതാവാണ് എൻ്റെ ദൈവം. എന്നെ എപ്പോഴും ഏത് നിമിഷവും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഞാൻ വഴി പിടിച്ച് പോയാൽ പോലും എൻ്റെ പിറകെ വന്ന് എന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ എന്നെ അനുഗ്രഹിക്കാനായി ഓടി വരുന്നവർ എൻ്റെ കർത്താവ്. അനുഗ്രഹദാതാവ്, അന്നദാതാവാണ്, അനുഗ്രഹദാതാവാണ്. എനിക്ക് അന്നം നൽകുന്നത് അനുഗ്രഹത്തിൻ്റെ ഒരടയാളമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ, നിങ്ങൾ ഇനി പോയിട്ടാണ് പത്രം വായിക്കുന്നത്? വീട്ടിൽ പോയിട്ടാണ് പത്രം വായിക്കുന്നത്? പത്രം വായിക്കുമ്പോൾ എല്ലാ പേജും വായിക്കുമല്ലേ? പത്രം വായിക്കുന്ന നല്ലതാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ നമുക്ക് കർത്താവ് പറയുന്നുണ്ട്. എനിക്ക് പത്രത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പേജുണ്ട്, ചരമ പേജ്. അതെടുത്ത് നോക്കിയിട്ട് ഞാൻ ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി പ്രാർത്ഥിക്കും. കാരണം ഈ മൃതി അടഞ്ഞവർക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്നിട്ട് നോക്കും ആരൊക്കെയാണ് എന്തൊക്കെയാണ് മരിച്ചെന്നൊക്കെ പേരൊക്കെ വായിച്ച് നോക്കും. പേരൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി, പരേതാത്മാക്കളുടെ മോക്ഷത്തിൽ ചേരുവാനിടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഞങ്ങളുടെ തിരുക്കുമാരനെ തിരിച്ചുപറയാൽ ഇവരെ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് നിത്യശാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കും. ആ പേജ് മുഴുവനും ഇവിടെ 2 പത്രം വരുത്തുന്നുണ്ട്. ഇപ്പോൾ മനോരമ പത്രത്തിലെ ചരമറിയിപ്പിലുള്ള എല്ലാ പേജും ദൈവിക പത്രത്തിൽ കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് തന്നെ മലയാളം പേപ്പർ 10-15 ഉണ്ട്. ഈ 10-15 ചരമറിയിപ്പ് എടുത്ത് നോക്ക്. ഈ ചരമറിയിപ്പിൽ കുറഞ്ഞത് ഒരു 50,000 പേരെങ്കിലും ഈ 10-20 പേപ്പറിൽ കാണും മരിച്ചവർ. നമ്മളെപ്പോലെ ഇന്നലെ കിടന്നുറങ്ങിയവരാണ് പലരും. നമ്മളെപ്പോലെ ഇന്നലെ. അപ്പം ഇന്ന് എന്നെ സവിശേഷമായ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമാണ്
എൻ്റെ ഈ ശ്വാസവും ഈ അനുഗ്രഹം എങ്ങനെ കിട്ടുമെന്ന് ആർക്കെങ്കിലും സംശയം വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും കർത്താവ് എന്നെ കൊണ്ട് ഇത് പറയിച്ചത്. അനുഗ്രഹദാതാവാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവം വേറെ ആരുടെ അല്ല, എൻ്റെ ദൈവം. ഈ ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഞാൻ വീണ്ടും കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9:22. എൻ്റെ ദൈവം, അനുഗ്രഹദാതാവായ ദൈവത്തിൻ്റെ മറ്റൊരു സവിശേഷത ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ ദൈവം ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് വചനങ്ങളുണ്ട്. ഈ നോമ്പ് കാലത്തിൽ പ്രത്യേകിച്ചുള്ള അനുദിന വായനയിൽ കിട്ടുന്ന ഒരു പ്രത്യേകത, ഒരു സവിശേഷമായ വചനം 9:22. അവിടെ യേശുവിന്റെ ആത്മാവിന്റെ വചനം ഇപ്രകാരം എന്നോട് സംസാരിക്കുന്നു: മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ നോമ്പ് കാലമായിട്ട് ബന്ധപ്പെടുത്തി സഹനത്തിൻ്റെ ദാസനാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട്. നോക്കാൻ കഴിയാത്ത വിധം അവൻ്റെ മുഖം വിരൂപമായിരുന്നു, അല്ലേ? യെശയ്യായുടെ പുസ്തകത്തിൽ സഹനത്തിൻ്റെ ദാസൻ. നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണാൻ തുടങ്ങി, പക്ഷേ ഇതുവരെ കണ്ടു തീർന്നിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടു തീർന്നിട്ടില്ല. 7 ഇടവകയിൽ കർത്താവായ യേശു എന്നെ വികാരിയായിട്ട് സേവനം ചെയ്യാനായിട്ട് കൊണ്ടിരുത്തി. ഈ 7 ഇടവകയിലും കർത്താവിൻ്റെ കൃപ കൊണ്ട് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് ഈ CD ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. 7 ഇടവകയിലും ദുഃഖ വെള്ളിയാഴ്ച കർത്താവിൻ്റെ കുരിശുമരണം കഴിഞ്ഞതിന് ശേഷം ആളുകളുടെ വീട്ടിൽ പോയി അസ്വസ്ഥത കൊണ്ട്, കാരണം 3 മണിക്കുള്ള സർവീസ് 6-6:30 മാക്സിമം 7 മണിയോടെ തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി വീട്ടിൽ പോയി ചിലപ്പോൾ ഈ സാത്താൻ്റെ പിടി പെടാതിരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ ഇവിടെ നിന്ന് തന്നെ ഒരു 8-9 മണി വരെ ഇവർ പള്ളിയുടെ ചാരത്തായിരുന്നു കൊണ്ട് ആത്മീയതയിൽ പോകട്ടെ എന്ന് പറഞ്ഞാണ് ഞാനിത് കാണിച്ചു കൊടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് വരെ അവരോടൊപ്പമെങ്കിലും ഞാനിടുന്ന ഇതുവരെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടില്ല. ആദ്യമായി പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കാണാനായി നമ്മുടെ കഴക്കൂട്ടം കൃഷ്ണ തിയേറ്ററിലാണ് എന്നെ ഒരു കൂട്ടുകാരന്മാർ 2 പേരും കൂടെ കൊണ്ടുപോയത്. ഞാൻ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ജെയിംസ് കാമറൂണിൻ്റെ സിനിമയാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കർത്താവിനെ അടിക്കുന്നൊരു രംഗമുണ്ട്. ഒരു വൃക്ഷത്ത് പോലെ ഒരു റൗണ്ടിൽ കൈ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഒരു രംഗമുണ്ട്. അടി തുടങ്ങി എൻ്റെ കണ്ണിന്ന് ധാരധാരയായി ഒഴുകി. ഞാൻ അതിനുശേഷം പിന്നെ അങ്ങോട്ട് ആ സ്ക്രീനിലേ നോക്കിയിട്ടില്ല. ഒരു 10 മിനിറ്റോളം ഞാൻ ഇരുന്നു, തല കുനിച്ച് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് നോക്കി, അടി തീർന്നില്ല. ഞാൻ എന്നിട്ട് ഓടിക്കളഞ്ഞ് തിയേറ്ററിൽ പുറത്തിറങ്ങിന. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് മാരകമായ, ഇതൊരു മനുഷ്യനുണ്ടാക്കിയ സിനിമയാണ്. ഇതൊരു അപ്പോൾ ഒറിജിനലായിട്ട് കർത്താവ് എത്ര ഏറ്റെടുത്ത അടി ഒന്ന് ചിന്തിച്ചു നോക്ക്. അത് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ സവിശേഷത എൻ്റെ ചങ്കിലേക്ക് പതിയുകയാണ്. ആ ഒരു ചാട്ടവാറെന്ന് പറഞ്ഞാൽ ഞാൻ ധരിച്ച രീതിയിലുള്ള ചാട്ടവാറല്ല, യഹൂദരുടെ പാരമ്പര്യത്തിലുള്ള ചാട്ടവാറ്. ആ ഒരു ഗുണ്ടിൻ്റെ ചുറ്റും ഏതാണ്ട് 40 മാരകമായ സംഗതികളെ കൊണ്ട് ഒരടി പതിക്കുമ്പോൾ ഈ 40 എണ്ണവും ആ ശരീരത്തോട്ട് പോവാണ്. എന്നിട്ട് പറിച്ചെടുക്കുമ്പോൾ മാംസപേശികൾ അടർന്നു വരുന്ന ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ സഹനത ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സഹിച്ചതാണത്. ഇതല്ലാതെ വേറൊരു ദൈവത്തെ എനിക്കറിഞ്ഞുകൂടാ. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദൈവത്തെ ഞാൻ കേട്ടിട്ടില്ല. ഈ സഹനദാസനാണ് ഇത് ഓർക്കുമ്പോൾ എൻ്റെ കയ്യിലിരിപ്പ് ഞാൻ ശരിയാക്കി നോക്കണ്ടേ എന്ന ചിന്തയാണ് എനിക്ക് വേണ്ടി. അവനെക്കുറിച്ച് ആകെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോയവനെന്നാണ്.
യേശു ഈ നന്മ മാത്രം ചെയ്തുകൊണ്ട് കടന്നു പോയവനാണ് ഈ പാടുപെട്ട്. എന്നിട്ട് അവിടെ അടിയിൽ തീർന്നില്ലല്ലോ, കൊണ്ട് കയറ്റിയില്ലേ. ആണിയടിച്ച് കയറ്റിയത് പലരും പറയുന്നത് കൈപ്പത്തിയില്ലെന്ന്. കൈപ്പത്തിയിലല്ല, കൈപ്പത്തിയിൽ പതിച്ചെങ്കിൽ വീണു പോകും. അത്രയ്ക്ക് നല്ല ഭാരമുണ്ട് ഈശോയ്ക്ക് നല്ല ഒത്ത തടിയും ഒത്ത പൊക്കമായിരുന്നു. മജ്ജയും മാംസവുമായി ജനിച്ച ഈശോ നല്ല തടിയും നല്ല പൊക്കവുമായിരുന്നു. അതുകൊണ്ട് അവർ അടിച്ചത് കൈപ്പത്തിയിലല്ല, കൈത്തണ്ടയിലാണ്. കൈത്തണ്ടയിൽ അടിക്കുമ്പോൾ ഉള്ള സ്ഥിതി ആലോചിച്ച് നോക്ക്. മോട്ടർ വെച്ച് വെള്ളം അടിക്കുമ്പോൾ പോകുന്നതിനേക്കാളും ഫാസ്റ്റായിട്ടായിരിക്കും ഈശോയുടെ ആ കൈത്തണ്ടയിൽ നിന്ന് രക്തം ചാർന്നു പോയത്. എന്നിട്ട് അവൻ കിടന്ന് അവിടെ പറഞ്ഞെന്താണ്? പിതാവേ, ഇവർ പറയുന്നതോ ചെയ്യുന്നതോ എന്താണെന്ന് ഇവർക്കറിഞ്ഞൂടാ, ഇവരെടുത്ത് പൊറുക്കണമേ. 2012 മുതൽ കർത്താവ് ഇത് എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് ഇവൻ അറിഞ്ഞൂടാ. ഒരു പുരോഹിതൻ ചെയ്യാനുള്ള കാര്യമല്ല ഇവൻ ചെയ്യുന്നത്. എത്ര പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഈ സഹനദാസന് എനിക്കറിയണ്ടേ, ഞാൻ തിരിച്ചറിയണ്ടേ, ഇതാണ് എൻ്റെ ദൈവം. ഈ സഹനദാസൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നവനാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം എന്തല്ലെങ്കിൽ പിന്നെ എന്നാ ഞാൻ തിരിച്ചറിയാൻ പോണത്? ഒരുപാടുണ്ട്. ഈ സമയപരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇനിയുള്ള വായനകളിലൂടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ വായനകളിലൂടെ ഞാൻ കുറിച്ച് പോകാം. പെട്ടെന്ന് യെശയ്യാ 58:9 അവിടെ കർത്താവ് എന്നോട് പറയുന്ന വചനമാണ്, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവനാണ് എൻ്റെ ദൈവം. ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. മത്തായി 7:11 അത് തന്നെയാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടുമെന്ന് തുടങ്ങുന്ന വചനത്തിൻ്റെ 7:11, മത്തായി 7:11 ഇതേ കാര്യം തന്നെയാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നെ ഓർപ്പിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം തരുന്നവനാണ് എൻ്റെ ദൈവം. നീ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ചോദിക്കുന്നവർക്ക് എത്ര കൂടുതലായിട്ട്. അതല്ലേ എഫേസ്യോസ് 3:20-21 നമ്മളെല്ലാം കാണാതെ പഠിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകൾ തോറും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൃപയോടെ പറയാവോ ഹല്ലേലൂയ, ആമേൻ. വീണ്ടും എൻ്റെ ദൈവത്തിൻ്റെ സവിശേഷത യെശയ്യാ 58 തന്നെ 11, 58 തന്നെ 11 വാക്യം ഞാൻ ഇപ്രകാരം അവിടെ ധ്യാനിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവത്തിൻ്റെ സവിശേഷത ഇതുകൂടെയാണ്. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിരന്തരം എന്നെ നയിക്കുന്നവൻ, നിരന്തരം എൻ്റെ കൂടെയുള്ളതാണ്. നിരന്തരം എന്നെ എവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ നയിക്കുന്നവൻ, എന്നെ വഴി നടത്തുന്നവൻ, എൻ്റെ കൂടെയുള്ളവൻ. അതല്ലേ നല്ലിടയനെക്കുറിച്ച് ഈശോ പറയുന്നത്, ഞാൻ നല്ല ഇടയനാണ്. ഇടയൻ ആടുകളെ പരിപാലിച്ച് അവരെ കരുതലോട് കൈത്താങ്ങോടുകൂടെ. അതുകൊണ്ട് ആടുകൾ ഇടയൻ്റെ സ്വരം ശ്രവിക്കും. ഞാൻ ആടാണെങ്കിൽ ഈ നയിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? ലൂക്ക 5:32 ഇതെൻ്റെ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ ദൈവം ആരെന്ന് ഈ വചനത്തിലൂടെ. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനല്ല. ലൂക്ക 5:32 ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. എൻ്റെ വൈദ്യനാണ് എൻ്റെ ഈശോ. ഞാൻ രോഗിയാണെങ്കിൽ എന്നെ സുഖപ്പെടുത്തുന്ന എൻ്റെ ഈശോയാ.
എനിക്ക് രോഗം പലതരത്തിലുണ്ടാകാം. എൻ്റെ ശാരീരികമായിട്ട് രോഗം കാണും, ആത്മീയ രോഗം കാണും, മാനസിക രോഗം കാണും. എല്ലാം ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും എന്നെ സൗഖ്യപ്പെടുത്തുന്ന എൻ്റെ വൈദ്യനാണ്, എൻ്റെ ഡോക്ടറാണ്, എൻ്റെ ഈശോ. അതല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഇംഗ്ലീഷ് കുർബാനർപ്പണം നടക്കുന്ന സമയത്ത്, ഇംഗ്ലീഷ് ഭാഷയിൽ കുർബാനർപ്പണം നടക്കുന്ന നല്ല മഴയായിരുന്നു. ഭയങ്കര മഴ, നല്ല പെരുമഴയെന്ന് പറയാം. കുർബാനയൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച വൈകുന്നേരം ഇംഗ്ലീഷ് കുർബാനർപ്പണം നടക്കുന്ന സമയത്ത് ഭയങ്കര പെരുമഴ. ഞായറാഴ്ച വൈകുന്നേരം കുർബാനർപ്പണം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ തെറ്റി പറഞ്ഞത്. ശനിയാഴ്ച വൈകുന്നേരം. ഇപ്പോൾ കുർബാനർപ്പണം കഴിഞ്ഞ് നമ്മുടെ സാക്രിശിയിൽ പോയി. അപ്പോൾ പലരും കുർബാനർപ്പണത്തിൽ വന്നവർ പള്ളിയുടെ അകത്ത് തന്നെ ഇരിപ്പായിരുന്നു. കാരണം എനിക്ക് സാക്രിശിയിൽ ഞാൻ കാണാം ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത്, അപ്പം മഴയൊക്കെ ഇല്ലാതായി എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ എൻ്റെ തിരുവസ്ത്രങ്ങളും എടുത്ത് ഈ ഉടുപ്പും കാസയും പീലാസും എടുത്ത് എൻ്റെ റൂമിലോട്ട് പോകുന്ന വഴിക്ക് മഴ ചെറുതായിട്ട് തൂറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ട് എനിക്ക് ജലദോഷം പിടിച്ച് 2-3 ദിവസം ജലദോഷവും ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു. ആ ധ്യാനം നടക്കുന്ന സമയത്ത് എനിക്ക് ചില സമയത്ത് അല്പം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ ചിലരൊക്കെ എന്നെ കാണാത്തതുകൊണ്ട് ഫോണിലൂടെ മെസ്സേജ് വിട്ടും വിളിച്ചൊക്കെ ചോദിച്ചു, അച്ഛന് സുഖമില്ലയോ? ഞാൻ പറഞ്ഞു, അല്ല, അസുഖമൊന്നുമില്ല, ചെറിയൊരു ജലദോഷം, ചെറിയൊരു ചുമ, അങ്ങനെ അസുഖം. അപ്പോൾ അച്ഛ ആശുപത്രിയിൽ ആശുപത്രി കൊണ്ടുപോകണോ? ആശുപത്രി ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് മരുന്നുണ്ട്. മരുന്നെന്തുകൊണ്ട് കുർബാന? ഞാൻ ആശുപത്രിയൊന്നും പോയില്ല. ഉറപ്പായിട്ടും ചില വൈദ്യപണിയൊക്കെ പറഞ്ഞു തന്ന് ചിലരൊക്കെ അല്പം ചൂട് വെള്ളത്തിൽ ഉത്തുപൂലം തേനൊഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ സുഖപ്പെടും എന്നൊക്കെ പറഞ്ഞ് തേന് ആ ലൈറ്റ് ചൂടുവെള്ളത്തിൽ തേനൊഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ തീരും. അങ്ങനെ പൊടിക്കുകയൊക്കെ ഞാൻ ചെയ്ത്. അല്ലാതെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി എൻ്റെ കർത്താവ് എന്നതായിപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ എന്ന് ഈ ശുശ്രൂഷയിൽ പെടണമെന്ന് ഈശോ ഇന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇന്ന് രാവിലെ കുർബാന അർപ്പിക്കാൻ കയറുന്നതിന് മുമ്പ് ഈശോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, എന്ന് ശുശ്രൂഷയ്ക്ക് അച്ഛൻ നേതൃത്വം നൽകണം. ഓക്കെ, ദൈ വിൽ ബി ഡൺ. ഈശോ എടുത്ത് പറഞ്ഞു ഓക്കെ. കാരണം എൻ്റെ സ്വഭാവ വൈശിഷ്ട്യം അനുസരിച്ച് അല്ലെങ്കിൽ ശാരീരിക വൈശിഷ്ട്യം അനുസരിച്ച് ഇന്നിവിടെ നിൽക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പും ഇല്ല ഇത്രയും സമയം. പക്ഷേ കർത്താവിനെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് എൻ്റെ വൈദ്യൻ കർത്താവായതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു കർത്താവ് എന്നെ നോക്കുമെന്നു, എന്നെ പരിചരിക്കുമെന്നു. അതാണ് എൻ്റെ ദൈവം. വീണ്ടും ഉൽപ്പത്തി 2:7. അതും ഈ അനുദിന ബലിയർപ്പണ സമയത്ത് നമ്മൾ വായിച്ചതാണ്. കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരദ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ദൈവത്തെ ഞാൻ എപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന്. 2012 തിരിച്ചറിഞ്ഞതെന്ന് പറയാം. എങ്കിലും പിന്നീട് ഓരോ ദിവസവും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ചരമ പേജ് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഈ ശ്വാസം അവിടെ എന്നിൽ നിശ്വസിച്ചത് കൊണ്ടാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. എൻ്റെ ശ്വാസദാതാവാണ് എൻ്റെ ദൈവം. എനിക്ക് ശ്വാസം തന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ ഈ മജ്ജയും മാംസവും തന്നവനാണ് എൻ്റെ ദൈവം. പല ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ കോവിഡ് കാലത്ത് ഒരു അപ്പച്ചൻ പറഞ്ഞ ഉദാഹരണം, അനുഭവം പങ്കുവച്ചത് നിങ്ങൾക്കൊക്കെ പലപ്പോഴും അറിയാം. 98 വയസ്സായ അപ്പൻ ആശുപത്രിയിൽ കോവിഡ് പിടിച്ച് കിടന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് 5 ദിവസം വെന്റിലേറ്റർ ആയിരുന്നു. ആ ബില്ല് കണ്ട് കരഞ്ഞതും ആ കരയത്തിന് ഡോക്ടർമാർ ഓടി വന്നതും അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരവും 5 ദിവസം ഈ ബില്ല് കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചത്, എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ഡോക്ടർമാർ വിചാരിച്ച് പൈസ കുറവായതുകൊണ്ട് പൈസ കുറച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ നോ ഡോക്ടർ, ഐ ഹാവ് പ്ലൻറ്റി ഓഫ് മണി. എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ ഈ കരയുന്നത്. പിന്നെ ഈ 98 വയസ്സായ എനിക്ക് 90-98 ആണ്. ഇറ്റലിയിലുള്ളൊരു അപ്പച്ചനാണ്. നിങ്ങൾക്ക് കിട്ടിക്കാണുക ആ വീഡിയോ.
5 ദിവസം നിങ്ങൾ ഈ ശ്വാസം ഓക്സിജൻ എനിക്ക് വിട്ടതിനുള്ള റേറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇത്രയും വർഷം ഫ്രീ ആയിട്ട് എനിക്ക് ശ്വാസം തന്നവനെ ഞാൻ മറന്നു പോയല്ലോ. അപ്പച്ചൻ കരയായിരുന്നു. എനിക്ക് ശ്വാസം തരുന്ന എൻ്റെ ദൈവത്തെ ഞാൻ അറിയാതെ ജീവിക്കാൻ എനിക്ക് പറ്റുമോ? പറ്റൂല. എനിക്ക് സ്വബോധം വന്നതിന് ശേഷം പറ്റൂല. ലേവ്യരുടെ പുസ്തകം 9 മത്തായി 25:31. മത്തായി 25:31 കർത്താവ് ന്യായാധിപനായി രാജാവായി എഴുന്നള്ളുന്ന ആടുകള്, കുഞ്ഞാടുകള് വലതുവശത്തും ഇടതുവശത്തും എഴുന്നള്ളുന്ന വലിയ ഒരനുഭവത്തിലേക്കാണ് മത്തായി 25:31. അവിടെ ഇപ്രകാരമാണ് നമ്മൾ വചനം ധ്യാനിക്കുന്നത്. മത്തായി 25:31 മുതൽ. ഉപവിഷ്ടനാകും. ന്യായാധിപനാണ്. ന്യായാധിപൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. പിന്നെ നമുക്കറിയാമല്ലോ, എൻ്റെ ന്യായാധിപനാണ്. പിന്നീട് പറയുന്നു, രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും, തൻ്റെ ഇടതുവശത്തുള്ളവർ എൻ്റെ രാജാവാണ്. തീരുമാനമെടുക്കുന്നവനും തീരുമാനം നടപ്പിലാക്കുന്നവനും എൻ്റെ എല്ലാമാണ്. വീണ്ടും ഞാൻ മത്തായിയുടെ സുവിശേഷം 6:8 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് എന്നോട് സംസാരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് എല്ലാം അറിയാം. ഞാൻ ചോദിക്കുന്നതും അറിയാം, ഞാൻ ചോദിക്കാത്തതും അറിയാം, എല്ലാം അറിയാം. ചിലരൊക്കെ വന്ന് പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഒരു കുർബാനർപ്പണ സമയത്ത് ചിലപ്പോൾ ഇത് പേരൊക്കെ പറഞ്ഞ് നിയോഗം പറഞ്ഞിട്ട് കുർബാനർപ്പണം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ കർത്താവിനടുത്ത് പറയും, കർത്താവേ, എൻ്റെ പൊട്ടത്തനം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ നീ ക്ഷമിച്ചോണം. നീ ആര്? ഞാൻ നിൻ്റെ അടുത്ത് ഇത് പറയാം. നീ എൻ്റെ ജോലിക്കാരനല്ലല്ലോ, നീ എൻ്റെ എല്ലാം. നീ എൻ്റെ നാഥൻ, എൻ്റെ മാസ്റ്റർ. ഹു ആം ഐ ടു ടെൽ യു ടു ഡു ദിസ് ഓർ ടു ഡു ദാറ്റ്? അഥവാ അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്തെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. എനിക്കറിയാം നീ അവർക്കെല്ലാം, എനിക്കുറപ്പാണ്. ഞാനിങ്ങനെ പറഞ്ഞത് എൻ്റെ എളിമ കൊണ്ട്. നീ പറഞ്ഞില്ലേ, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു എളിമ കൊണ്ട് ഞാൻ ചോദിച്ചതാണ്, അല്ലാതെ നിൻ്റെ അടുത്ത് ഇത് ചെയ്യാൻ പറഞ്ഞതല്ല. ഓരോ നിയോഗങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഞാൻ കർത്താവിൻ്റെ പറയുന്ന ഒരു സെൻറ്റൻസ് അതാണ്, ഐ നോ യു വിൽ ഡു, യു നോ എവറിത്തിങ്, ഐ നോ. എല്ലാം അറിയുന്നവനാണ് ദൈവം. ആ എല്ലാം അറിയുന്നതിൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ എന്നെ തന്നെ തുറന്നു വെക്കേണ്ട ഒരാവശ്യമില്ല. കാരണം എന്നെ എല്ലാം അറിയാം. പക്ഷെ അവൻ പറയുന്ന കണക്ക് ഞാൻ ജീവിച്ചാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഞാൻ ലേവ്യരുടെ പുസ്തകം 19:2. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു എൻ്റെ അടുത്ത് തൻ്റെ വചനത്തിലൂടെ ഇപ്രകാരമാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. അപ്പോൾ ഞാൻ പണ്ട് മുതലൊക്കെ പറയുമായിരുന്നു, കർത്താവായ യേശു അരുളി ചെയ്യുന്നു, എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന്. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന എനിക്ക് ഒരു പുതിയ ബോധ്യം ഈ നോമ്പ് കാലത്തിൽ കർത്താവ് തന്നതാണ്. പിതാവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധരായിരിക്കുമെൻ. കാരണമെന്ത്? നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ഈ പരിശുദ്ധനായവനെ പോലെ ഞാൻ ആയിരിക്കട്ടെ. അതുകൊണ്ടല്ലേ അവൻ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചത്. നമുക്ക് ഇനി ഒരുപാടുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സവിശേഷത. നമ്മുടെ ഈ ദിവസങ്ങളിലുള്ള എൻ്റെ വചനധ്യാനത്തിലൂടെ ഓരോ ദിവസത്തെയും വായന എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ എൻ്റെ ദൈവത്തിൻ്റെ ചിത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. എൻ്റെ ദൈവം ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനും ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനും. അത് യോനയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം. യോന പ്രസംഗിച്ചപ്പോൾ 40 ദിവസത്തിനുള്ളിൽ ഈ നിനിവെ ഞാൻ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞത്. യോന പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ആളുകൾ കേട്ടപ്പോൾ അവർ
മാനസാന്തരപ്പെടാൻ തുടങ്ങി. അവരുടെ മനസ്സ് മാറ്റി. അവർ അസാൻമാർഗികതയിൽ നിന്ന് പിന്തിരിഞ്ഞ് അവർ തങ്ങളുടെ ഉപവസിക്കാൻ തുടങ്ങി. അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ഇവരുടെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ കാരണം അവരുടെ മനസ്സ് മാറ്റി. അവർ 9-ാമത്തെ വാക്യം വായിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കും. 9-ാമത്തെ വാക്യം, അപ്പോൾ ഈ യോനായുടെ പ്രസംഗം കേട്ട് ജനങ്ങളെല്ലാം പശ്ചാത്തപിക്കാൻ തുടങ്ങി. അവരുടെ അസാൻ മാർഗത്തിൽ നിന്നും പിന്തിരിയാൻ തുടങ്ങി. ഇത് രാജാവിൻ്റെ അടുത്തെത്തി. നിനിവേലെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. രാജാവിൻ്റെയും അവരുടെ സഹോദരന്മാരുടെയും കൽപ്പനയാണിത്. ഈ രാജ്യത്ത് മൃഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉപവസിക്കട്ടെ, ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിക്കട്ടെ. അവരെല്ലാം ഉപവസിക്കാൻ തുടങ്ങി. അവരെല്ലാം മനസ്സ് മാറ്റാൻ തുടങ്ങി. ദുർമാർഗം പിരിയാൻ തുടങ്ങി. എന്നിട്ട് രാജാവിൻ്റെ അവസാനത്തെ കൽപ്പനയുടെ അവസാനം പറഞ്ഞു, നാം ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ പാപപരിഹാരം ചെയ്യുക വഴി അസാൻ മാർഗിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ദൈവം മനസ്സ് മാറ്റിയേക്കാം എന്നാണ് രാജാവ് പോലും പറയുന്നത്. രാജാവിനോട് തീർച്ചയല്ല ദൈവം മനസ്സ് മാറ്റുമെന്ന്. 10-ാമത്തെ വാക്യം, അവരുടെ അസാൻ മാർഗികതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ടത്, മനസ്സ് മാറ്റി എന്ന് കണ്ട ദൈവം. 10-ാമത്തെ വാക്യം, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. എൻ്റെ മനസ്സ് മാറ്റിയാലെന്ന് പറഞ്ഞാൽ മനസ്സ് നന്നായ ദൈവത്തിൻ്റെ മനസ്സും മാറും. ദൈവം ശിക്ഷ ഒഴിവാക്കും. ഹല്ലേലൂയ, കൃപയുടെ പറയാവോ ഹല്ലേലൂയ. പ്രതിഫലദാതാവാണ് എൻ്റെ ദൈവം, അനുഗ്രഹദാതാവാണ് എൻ്റെ ദൈവം, സഹനദാസനാണ് എൻ്റെ ദൈവം, പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നവനാണ് എൻ്റെ ദൈവം, നിരന്തരം എന്നെ നയിക്കുന്നവനാണ് എൻ്റെ ദൈവം, എൻ്റെ വൈദ്യനാണ് എൻ്റെ ദൈവം, എൻ്റെ ശ്വാസമാണ് എൻ്റെ ദൈവം, എൻ്റെ രാജാവാണ്, എൻ്റെ ന്യായാധിപനാണ് എൻ്റെ ദൈവം, എല്ലാം അറിയുന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവം പരിശുദ്ധനാണ്. നമുക്ക് നമ്മെ തമ്പുരാൻ്റെ മുന്നിൽ സദയം സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് തന്ന കഴിഞ്ഞ നിമിഷങ്ങളിലൂടെ കർത്താവിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കുവാൻ തന്ന അവസരങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളുടെ സമാപനത്തിലേക്ക് കടക്കാം. കരുണയുടെ ജപമാല പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയാൽ നമ്മെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ ജ്വാലയാൽ നമ്മെ സവിശേഷമായി വഴി നടത്തുന്ന തമ്പുരാൻ്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കർത്താവേ ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയ അനന്തമായ ദൈവിക പദ്ധതിയെക്കുറിച്ച്, ദൈവിക സ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളല്ല അങ്ങയുടെ ആത്മാവാണ് ഞങ്ങളെ നയിച്ചത്. കർത്താവേ, ഞങ്ങളല്ല അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാണ് ഞങ്ങളെ നയിച്ചത്. കർത്താവേ, ഞങ്ങളല്ല അങ്ങയുടെ ആത്മാവിന്റെ വചനമാണ് ഞങ്ങളെ നയിച്ചത്. കർത്താവേ, ഞങ്ങളല്ല അങ്ങയുടെ ആത്മാവിന്റെ ചൈതന്യമാണ് ഞങ്ങളെ നയിച്ചത്. ആ ചൈതന്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നമുക്ക് പാടാം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു.
നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ ഇരുകരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ സഖിയെ പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി യേശയ്യ ജെറമ്യായ സഖിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി യോയേൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു പരിശുദ്ധാത്മാവിൽ നിറയ നിങ്ങൾ യോയേൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു പരിശുദ്ധാത്മാവിൽ നിറയ നിങ്ങൾ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ എന്താ ഈശോ ഈശോ കരുണാമയനായ ദൈവമേ, എല്ലാം അറിയുന്ന ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, സ്നേഹസമ്പന്നനായ ദൈവമേ, പടക്കൽ പെരുവഴി മനം നൊന്ത് കരയുന്ന ഇടവഴി പന്നിക്കുട്ടിൽ മുൾപ്പടക്കൽ പെരുവഴിയിൽ മനം നൊന്ത് കരയുന്ന ഇടവഴിയിൽ ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു ആശ്വാസത്തിൻ തണുപ്പേകി പരിരക്ഷിച്ചു ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു ആശ്വാസത്തിൻ തണുപ്പേകി പരിരക്ഷിച്ചു പന്നിക്കുട്ടിൽ മുൾപ്പടക്കൽ പെരുവഴിയിൽ മനം നൊന്ത് കരയുന്ന ഇടവഴിയിൽ പന്നിക്കുട്ടിൽ മുൾപ്പടക്കൽ പെരുവഴിയിൽ മനം നൊന്ത് കരയുന്ന ഇടവഴിയിൽ ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു ആശ്വാസത്തിൻ തണുപ്പേകി പരിരക്ഷിച്ചു ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു ആശ്വാസത്തിൻ തണുപ്പേകി പരിരക്ഷിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ സഹചാരിയായിരിക്കുന്ന കർത്താവേ, സാധിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ, ഈശോയെ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വം ഈശോയെ കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാൻ
കുരിശിലന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ഇവരോട് ക്ഷമിക്കണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. കരുണാമയനായ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടിന്മേലിരുന്ന് കരുണയുടെ ജപമാല നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയൻ, എനിക്കെപ്പോഴും എൻ്റെ കുറവുകൾ നോക്കാതെ നിറവുകളായി തന്നുകൊണ്ടിരിക്കുന്ന കരുണാമയൻ്റെ മുന്നിൽ ഫൗസ്റ്റീനയോട് അവിടുന്ന് കൽപ്പിച്ച കരുണയുടെ ജപമാല ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.